ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തേത് ഒരു ഫുൾ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് തീരെ പണിയെടുക്കാനൊരു മോട്ടിവേഷൻ ഇല്ലാത്തപ്പോൾ നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നും കൂടി കുറച്ച് ടിപ്സ് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും, കണ്ടു നോക്കുക. അപ്പോൾ ഇതിപ്പോൾ കുറച്ച് വെണ്ടയ്ക്ക ഞാൻ കഴുകി എടുക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ പ്രിപ്പറേഷൻസ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ല. എനിക്ക് വെണ്ടയ്ക്ക കട്ട് ചെയ്തെടുക്കാനൊക്കെ ഉണ്ട്. അപ്പം അതിൻ്റെ പണികളാണ് രാവിലെ തന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ അപ്പവും ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ ഇതുപോലെയുള്ള കട്ടിങ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ പ്രിപ്പറേഷൻ ഒന്നും ചെയ്തു വെച്ചിട്ടില്ലാത്തൊരു ദിവസമായിരുന്നു. എന്നാലും കുഴപ്പമില്ല, നമുക്ക് അപ്പം ആകുമ്പോഴത്തേനും പിന്നെ വലിയ പണിയില്ലല്ലോ. അപ്പം ചുട്ടെടുത്താൽ മതി. പിന്നെ ഗ്രീൻ പീസ് കറി എന്തായാലും ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ എന്തായാലും വേഗം തന്നെ പണികൾ ചെയ്തു തീർക്കണം. അങ്ങനെ അപ്പത്തിൻ്റെ പരിപാടിയൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മുടെ ഗ്രീൻ പീസ് കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുന്നതിന് മുന്നേ തന്നെ മാക്സിമം ലഞ്ചിൻ്റെ കാര്യങ്ങളും കൂടി ചെയ്യാനാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വെണ്ടയ്ക്ക അരിഞ്ഞ് തീർത്തിട്ടുണ്ട്. ഇനി വേഗം തന്നെ അതൊന്ന് ഒലത്തിയെടുക്കണം, മെഴുക്കുവരട്ടിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സവാളയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ വേഗം സവാള ഇട്ടിട്ട് അതൊന്ന് വാട്ടിയെടുത്തിട്ട് തരിമുളകും ചേർത്ത് വേഗം തന്നെ മെഴുക്കുവരട്ടിയാക്കി എടുക്കാം. വെണ്ടയ്ക്ക അവിടെ ഇരുന്ന് ആവട്ടെ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതിയല്ലോ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഇത് ഞാൻ ഒരു 1 പോട്ട് ചിക്കൻ കറി ഉണ്ടാക്കുകയാണ് കേട്ടോ. ഇത് നാടൻ ചിക്കനാണ് കേട്ടോ. അപ്പോൾ ചിക്കനിലോട്ട് ഞാൻ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കി വെച്ചതുണ്ട്. അത് ചേർക്കുക. ഒരു 2-3 സ്പൂണൊക്കെ ഞാൻ ചേർക്കും. പിന്നെ എല്ലാ ഐറ്റംസും നമ്മൾ ചിക്കനിലോട്ട് നേരിട്ട് ചേർക്കുകയാണ്, വഴറ്റുന്നില്ല കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കും, അതല്ലാതെ നമ്മൾ വഴറ്റി ഉണ്ടാക്കുന്ന രീതിയിലും ഉണ്ടാക്കും. ഇതിനകത്തോട്ട് ഇപ്പോൾ ഒരൊറ്റ സവാള ചേർക്കണുള്ളൂ. അത് ജസ്റ്റ് ഒന്ന് അരിഞ്ഞിടുകയാണ്. പക്ഷെ എനിക്ക് സമയമില്ലാത്ത സമയത്ത്, ഈ വഴറ്റാനോ ഒന്നും ഒരു സമയമില്ലാത്ത സമയത്ത് ചെയ്യാവുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. എല്ലാ സാധനങ്ങളും അരിഞ്ഞ് ചേർക്കുക, പൊടികൾ ചേർക്കുക, നന്നായി തിരുമ്മി പിടിപ്പിച്ചതിന് ശേഷം വിസിൽ കൊടുക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ സവാള ചേർത്തു. അതിന് ശേഷം ഞാൻ പച്ചമുളക് അരിഞ്ഞ് ചേർക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ക്വാണ്ടിറ്റി എല്ലാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർക്കാം കേട്ടോ. പിന്നെ നല്ല നാടൻ വേപ്പില ചേർക്കുകയാണ്. അടുത്തത് തക്കാളി, അതും അരിഞ്ഞ് ചേർക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ ഒരു ചിക്കൻ കറിക്ക് എന്തൊക്കെയുണ്ടോ അതിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ഇൻഗ്രീഡിയൻസും തന്നെ നമ്മൾ ചേർക്കും. അതിനുശേഷം ഞാൻ കുറച്ച് പെരിഞ്ജീരകം, അതുപോലെ നമ്മുടെ ഉണ്ട കുരുമുളകില്ലേ, അത് ചതച്ച് ചേർത്താൽ അത്രയും നല്ലത്. ഞാനിപ്പോൾ ചതച്ചിട്ടില്ല, അത് ചേർക്കുക. പിന്നെ അതുപോലെ പിന്നെ പൊടികൾ ചേർക്കാം. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, പിന്നെ കുരുമുളക് പൊടി, അങ്ങനെ നമ്മൾ സാധാരണ ചേർക്കുന്ന പൊടികളെല്ലാം തന്നെ ചേർക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. അതുപോലെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നമ്മൾ തിരുമ്മി ചേർക്കുമ്പോൾ ഇറച്ചിയിലൊക്കെ ഇത് നന്നായിട്ട് പിടിക്കാൻ വേണ്ടി ഈ വെളിച്ചെണ്ണ ഒത്തിരി നല്ലതാണ്. അപ്പോൾ ആ വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് കൈ വെച്ച് തന്നെ നല്ല പോലെ തിരുമ്മി പിടിപ്പിക്കുക. ഈ ഒരു സ്റ്റെപ്പ് നല്ല ഇഫക്റ്റീവാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ടേസ്റ്റ് കൂടാനൊക്കെ ഇത് നല്ലതാണ്, ഇങ്ങനെ നമ്മളൊന്ന് തിരുമ്മി പിടിപ്പിക്കുമ്പോൾ. പിന്നെ ഞാൻ നല്ല തിളച്ച വെള്ളം നമ്മുടെ കെറ്റിലുണ്ട്, അതും കൂടി കുറച്ച് ചേർത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് മല്ലിയിലയുടെ ഫ്ലേവർ നല്ല ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ മല്ലിയില ചേർക്കുകയാണ്. അപ്പോൾ ഞാൻ എടുത്തു വെച്ച മല്ലിയില നോക്കിയപ്പോൾ അതിനകത്ത് കുറച്ച് കേടായ ഇലകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൽ നിന്ന് എല്ലാ കേടായ ഇലകളും മാറ്റി എടുത്തു വയ്ക്കുകയാണ് കേട്ടോ. എന്നിട്ട് നല്ല പോലെ ഒന്ന് കഴുകിയിട്ട് ഈ ചിക്കൻ കറിയിലോട്ട് ചേർത്തു. കേടായ ഇലകൾ അപ്പോൾ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിയിലയിൽ നിന്ന് മാറ്റി കൊടുക്കണം, അതല്ലെങ്കിൽ ബാക്കിയുള്ള ഇലകളും കൂടി ചീത്തയായി പോകും കേട്ടോ. അങ്ങനെ നമ്മുടെ വെണ്ടയ്ക്ക അവിടെ റെഡി ആവുന്നുണ്ട്. പിന്നെ ചിക്കൻ കറിയും അവിടെ റെഡി ആവുന്നുണ്ട് കേട്ടോ. കുട്ടികൾക്ക് ആസ് യൂഷ്വൽ ഓൺലൈൻ ക്ലാസ് നടക്കുന്നുണ്ട്. 2 പേരും 2 മുറിയിലിരുന്ന് ഓരോരോ ക്ലാസ്സുകൾ കാണണം. ഏകദേശം സെയിം ടൈം തന്നെയാണ് കേട്ടോ. രാവിലെ 8:45 തൊട്ട് ഉച്ചയ്ക്ക് ഒരു 12:30 വരെയാണ് 2 പേരുടെയും സമയം. അപ്പോൾ 2 പേരും ക്ലാസ് കാണുകയാണ്. അപ്പോൾ കിച്ചണിൽ അത്യാവശ്യ ജോലികൾ ഒതുങ്ങിക്കഴിഞ്ഞാൽ പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വീടൊക്കെ ജസ്റ്റ് ഒന്ന് ഒതുക്കിയിടുക. അന്ന് വിചാരിച്ചു വെച്ചിരിക്കുന്ന ജോലികളൊക്കെ ഒന്ന് തീർക്കണം.
അപ്പോൾ ചില ദിവസം നമുക്ക് നല്ല മോട്ടിവേഷൻ ആയിരിക്കും അല്ലേ, പെട്ടെന്ന് തന്നെ പണി തീർത്ത് നമുക്ക് വേഗം തന്നെ കാര്യങ്ങൾ ചെയ്യാനൊരു മോട്ടിവേഷൻ ആയിരിക്കും. പക്ഷെ ചില ദിവസം ഉണ്ടാവും നമുക്ക് പണിയെടുക്കാൻ ഒരു മൂഡും ഉണ്ടാവില്ല, പല കാരണങ്ങളായിരിക്കും അതിന് വേണ്ടി. പക്ഷെ നമുക്ക് ആ പണികൾ ചെയ്തില്ലെങ്കിൽ നമുക്ക് പിന്നെയും പണി കിട്ടും. അപ്പം നമുക്ക് ആ പണികൾ ചെയ്യണം എന്ന് നമ്മുടെ മനസ്സിലുണ്ട്. അപ്പം നമുക്ക് സ്വയം ഒരു മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന 2 ടെക്നിക്സ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. മിക്കവാറും നിങ്ങൾക്കൊക്കെ അറിയുന്നത് തന്നെയായിരിക്കും, എന്നാലും ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. ആദ്യം ചെയ്യുന്നത്, ഇത് മിക്കവാറും ദിവസത്തിൻ്റെ ആദ്യം ചെയ്യുന്നതാണ്, അതായത് ടു ഡു ലിസ്റ്റ് എഴുതുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു ലിസ്റ്റ് കാണുമ്പോൾ തന്നെ ഏകദേശം നമ്മളൊന്ന് മോട്ടിവേറ്റഡ് ആവും. പക്ഷേ എന്നാലും ചില ദിവസങ്ങളിൽ ചിലപ്പോൾ നമുക്ക് വയ്യാത്ത ദിവസമോ അതല്ലാതെ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉള്ള ദിവസമോ നമുക്ക് പണിയെടുക്കാൻ നല്ല മടിയുണ്ടാവും. അപ്പോൾ നമ്മളെ തന്നെ ഒന്ന് പുഷ് ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഈ ടൈമർ ടെക്നിക്ക്. അതായത് അതുപോലെ നമുക്ക് സമയം, നമ്മൾ ചില സമയത്ത് നമുക്ക് ഈ മൂഡില്ലാത്ത സമയത്ത് നമ്മൾ പയ്യെ ചെയ്യാനൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്നും നമ്മളെ ഒന്ന് മാറ്റി നമുക്ക് വേഗം തന്നെ പ്രൊഡക്റ്റീവായിട്ട് വേഗം തന്നെ കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ വേണ്ടി നമുക്ക് സ്വയം നമ്മളെ തന്നെ ഒരു കൺട്രോൾ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഈ ടൈമേഴ്സ് യൂസ് ചെയ്യാം. അപ്പോൾ പല സമയം നമുക്ക് അസൈൻ ചെയ്യാം. ഇപ്പോൾ ഒരു റൂമിന് ശരിക്കും പറഞ്ഞാൽ 10 മിനിറ്റ് ഒന്നും ആവശ്യമില്ല. അപ്പോൾ അത് നമ്മളുടെ ഒരു ആവശ്യം അനുസരിച്ച് നമുക്ക് ടൈം സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പം ഞാനിതുപോലെ ഒരു റൂമിന് 10 മിനിറ്റ് വെച്ച് കൊടുത്തപ്പോഴത്തേനും 10 മിനിറ്റിൻ്റെ ആവശ്യമേ വന്നില്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഏകദേശം 2 മുറി ഈ 10 മിനിറ്റിൽ ഫിനിഷ് ചെയ്യാൻ പറ്റിയിട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾക്ക് ചെയ്യാൻ ഒട്ടും ഇഷ്ടമില്ലാത്തൊരു ടാസ്ക് നമുക്ക് വേണമെങ്കിൽ ടൈമേഴ്സ് സെറ്റ് ചെയ്തും കൊണ്ട് ചെയ്ത് തീർക്കാം. അതുപോലെ നമുക്കൊരു ലിസ്റ്റ്, കുറച്ച് സെറ്റ് ഓഫ് ടാസ്ക്സ് ചെയ്ത് തീർക്കണം. അങ്ങനെയുണ്ടെങ്കിൽ നമുക്ക് ഒരു ലിസ്റ്റ് ഇട്ടതിന് ശേഷം ഓരോ ജോലിക്കും എത്ര സമയം ഏകദേശം വരുന്നുള്ളത് നമ്മളൊന്ന് മനസ്സിൽ കണക്ക് കൂട്ടിയതിന് ശേഷം ടൈം അസൈൻ ചെയ്യുക. എന്നിട്ട് ഓരോ ജോലി തുടങ്ങുമ്പോഴും നമ്മൾ ഈ ടൈമർ വെച്ചിട്ട് ടൈമർ തീരുന്നത് വരെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. ഇങ്ങനെ ആകുമ്പോഴത്തേനും നമ്മൾ ഇടയിൽ പോയിട്ട് വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് പോകാൻ നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യാനുള്ള ചാൻസും കുറവാണ്. അതുപോലെ തന്നെ നമ്മൾ നല്ലപോലെ മോട്ടിവേറ്റഡ് ആയിരിക്കും. നമ്മുടെ സമയം ഇപ്പോൾ പോകുന്നുണ്ടല്ലോ, വേഗം തന്നെ നമുക്ക് പണികൾ ചെയ്ത് തീർക്കണം, അങ്ങനെയുള്ളൊരു മോട്ടിവേഷൻ നമുക്ക് മനസ്സിൽ തോന്നുകയും ചെയ്യും കേട്ടോ. പിന്നെ പലപ്പോഴും നമ്മളൊരു ക്ലീനിങ്സ് ഇതുപോലെ ടൈമറൊക്കെ വെച്ച് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ അതിങ്ങനെ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സായിരിക്കും. നമുക്ക് ഒരു ഭാഗം ക്ലീൻ ചെയ്ത ഒരു മോട്ടിവേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ഭാഗത്തോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും, നമുക്ക് സമയമുണ്ടെങ്കിൽ. അങ്ങനെ ഒരു ദിവസമായിരുന്നു ആദ്യം തുടങ്ങിയപ്പോൾ. ഞാൻ ഒട്ടും മോട്ടിവേറ്റഡ് അല്ലായിരുന്നു. പിന്നെ ചെയ്ത് വന്നപ്പോൾ ഞാൻ ഓരോരോ ഭാഗമായിട്ട് ഇവിടെ ഒരു സെക്ഷനിൽ കുറച്ച് സാധനങ്ങൾ ഞാനിങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഒന്ന് കളയാനുള്ളതൊക്കെ ഒന്ന് കളഞ്ഞ് എടുത്തു വെക്കാനുള്ളതൊക്കെ എടുത്തു വെച്ച് അങ്ങനെയുള്ള കാര്യങ്ങളാണ് കേട്ടോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ കുറേ കാർഡ്ബോർഡ് ബോക്സസ് ഒക്കെ ഒഴിവാക്കി നമ്മളിങ്ങനെ പലപ്പോഴും എന്തെങ്കിലും എടുത്തു വെക്കാനോ അല്ലെങ്കിൽ കുട്ടികളുടെ പ്രോജക്ട്സിന് ആവശ്യം വരും എന്നൊക്കെ വിചാരിച്ചിട്ട് എടുത്തു വെക്കും. പക്ഷെ പലപ്പോഴും അതിങ്ങനെ ഇരുന്ന് ഒരു ക്ലട്ടർ പോലെ അങ്ങ് ഫോം ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ അതൊക്കെ കുറേ ഒഴിവാക്കി. അപ്പോൾ നല്ലൊരു സാറ്റിസ്ഫൈങ് ഡേ ആയിരുന്നു കേട്ടോ ക്ലീൻ ചെയ്തിട്ട്. പിന്നെ കുറച്ച് സാമ്പാറിനും അവിയലിനും വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് കഷ്ണങ്ങൾ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചു. ഇത് നമ്മുടെ മിൻറ്റാണ് കേട്ടോ. പുതിയതായിട്ട് ഞാൻ വെച്ചു എന്ന് പറഞ്ഞില്ലായിരുന്നു. ആ മിൻറ്റിന് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു. അതുപോലെ സൈഡിൽ നിൽക്കുന്ന തുളസിക്കും കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു. അതിൻ്റെ കുഞ്ഞ് സീഡ്സൊക്കെ പറിച്ച് കളഞ്ഞു. അങ്ങനെ പറിച്ച് കളഞ്ഞാൽ തുളസി നന്നാവുമെന്ന് എന്നോടൊരു സബ്സ്ക്രൈബർ പറഞ്ഞതാട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അത്ര നന്നായിട്ടില്ല, എന്നാലും അതൊക്കെ ഒന്ന് ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ. പിന്നെ പെട്ടെന്നൊന്ന് മുറിയൊക്കെ ഒന്ന് അടിച്ച് വാരുകയാണ്. എല്ലാ ദിവസവും തുടയ്ക്കാറില്ല കേട്ടോ. ഒരാഴ്ചയിൽ ഒരു 3 ദിവസമൊക്കെ തുടയ്ക്കാറുള്ളൂ. അത് മിക്കവാറും എനിക്കൊരു ഹെൽപ്പിനൊരു ചേച്ചി വരുന്നുണ്ട്. ആ ചേച്ചി വരുന്ന ദിവസമായിരിക്കും തുടച്ചെടുക്കുന്നത്. പിന്നെ ഡൈനിങ്ങിൻ്റെ സെക്ഷനും കിച്ചണിൻ്റെ സെക്ഷനും മിക്കവാറും പറ്റുന്ന പോലെ ഒരു റെഗുലർലി തന്നെ ഒന്ന് തുടച്ചെടുക്കാനും ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ക്ലീനിങ്ങിൻ്റെ കാര്യങ്ങൾ. അങ്ങനെ കിച്ചണൊക്കെ നല്ല നീറ്റായിട്ട് കിടക്കുന്നുണ്ട്. നമ്മുടെ പുതിയ പൈപ്പാണ്, ഞാൻ മുന്നത്തെ വ്ളോഗിൽ ക്ലീനിങ് വ്ളോഗില്ലേ അതിനകത്ത് കാണിച്ചിരുന്നു. നല്ല പൈപ്പാണ് കേട്ടോ, നല്ലപോലെ ഫ്ലെക്സിബിളാണ്. അപ്പോൾ നമുക്കിങ്ങനെ സിങ്കൊക്കെ കഴുകുന്ന സമയത്ത് ഇങ്ങനെ നീക്കി കഴുകാനൊക്കെ നല്ല എളുപ്പമാണ്. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി. ആദ്യം ഭയങ്കര ഡൗട്ട്ഫുള്ളായിരുന്നു വേണോ എന്നുള്ളത്, പക്ഷേ ഇപ്പോൾ നല്ല ഇഷ്ടമാണ്. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ എൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ വീട്ടിലോട്ട് പോയതാണ്. അപ്പോൾ കുട്ടികളൊക്കെ അവിടെ ഇരുന്ന് കുറച്ച് ലേസൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ പുറത്തെ കുറച്ച് ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കുറേ ചെടികളൊക്കെ ഇവിടെ നിന്നാണ് ഞാൻ എടുത്തുകൊണ്ട് നമ്മുടെ ഫ്ലാറ്റിലോട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ അവിടുത്തെ ചെടികളൊക്കെ ഞാനൊന്ന് കുറച്ച് കാണിക്കാം കേട്ടോ.
ഇതെന്താ പരിപാടി എന്നറിയോ, അവിടെ ഒരു വേപ്പ് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് കറക്റ്റായിട്ട് വെയിൽ കിട്ടുന്നില്ല. അപ്പോൾ തൊട്ടപ്പുറത്തൊരു പാഴ്മരം നിൽപ്പുണ്ടായിരുന്നു, അതുകൊണ്ടാണ് അതിന് കറക്റ്റായിട്ട് വെയിൽ കിട്ടാത്തത്. അപ്പോൾ എന്തായാലും അതൊന്ന് വെട്ടിക്കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ആ മരം ഒന്ന് വെട്ടിക്കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇപ്പം വേപ്പ് നല്ലപോലെ പൊടിച്ചൊക്കെ വരുന്നുണ്ട്. അങ്ങനെ കുട്ടികൾക്ക് ഡോമിനോസിൽ നിന്ന് പിസ്സയൊക്കെ ഓർഡർ ചെയ്ത് അവർ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് വൈകുന്നേരം ആയപ്പോഴാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. അപ്പോൾ കുറച്ച് ഗ്രോസറി ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഈ മൊബൈൽ ആപ്പ് വഴി ഓർഡർ ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ കുറച്ച് സാധനങ്ങൾ തീർന്നിട്ടുള്ളത് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് റാഗി വേണമായിരുന്നു. ഇപ്പോൾ റാഗി കൂടുതൽ കഴിക്കണ്ടല്ലോ. അതുപോലെ കുട്ടികളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ബിസ്ക്കറ്റ്, ഹാൻഡ് വാഷ്, അങ്ങനെ റെഗുലറായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ഷോർട്ട് വരികയാണെങ്കിൽ ഞാനിങ്ങനെ ഓൺലൈൻ ആപ്പ് വഴി ഓർഡർ കൊടുക്കാറുണ്ട് കേട്ടോ. പിന്നെന്താ, പടവലങ്ങ, പിന്നെ നമ്മുടെ സ്ഥിരം കേക്ക്, പുട്ടുപൊടി, കുറച്ച് മുട്ട, കുമ്പളങ്ങ, കപ്പലണ്ടി സ്നാക്ക് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ ആ ഒരു ദിവസത്തെ വിശേഷങ്ങൾ. കുറച്ച് കാര്യങ്ങളൊക്കെ കോർത്തിണക്കിക്കൊണ്ടുള്ള എൻ്റെ ഈ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഹോം മേക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ ഉടനെ കാണാം. അതുവരേക്കും ബൈ.